ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. ഹീറോയുടെ ഏറ്റവും പുതിയ എക്സ്ട്രീം 125R എന്ന് പറഞ്ഞ പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇതിൻ്റെ ആ ഒരു ലീക്ക്ഡ് ഇമേജ് കണ്ടപ്പം നമുക്ക് വളരെ വൃത്തികെട്ടൊരു ഡിസൈൻ പോലെ തോന്നിയത്. പക്ഷേ ഇന്ന് ലോഞ്ച് കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ലുക്കാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ഏറ്റവും ആദ്യം ഇതിൻ്റെ വില പറയാം. കാരണം ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 95,000 രൂപയിലാണ്. 95,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഈ 125cc ബൈക്കിൻ്റെ വില വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു 125cc വണ്ടി ഇത്രയും വില കൊടുത്ത് വാങ്ങണമെന്ന്. പക്ഷേ അതിന് മാത്രമുള്ള ഫീച്ചേഴ്സാണ് അവർ കൊടുക്കുന്നത്. ആ ഒരു റൈഡറിൻ്റെ സെഗ്മെൻറ്റിലാണ് ഇത് വരുന്നത്. റൈഡറും NS 125 ഒക്കെ ഉള്ള ആ ഒരു സ്പോർട്ടിയായ 125cc ബൈക്കുകളുടെ ഇടയിലേക്കാണ് ഹീറോ ഈ വണ്ടി കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയിച്ചാണ് നോക്കുന്നത് ഇതിൻ്റെ ആ ഒരു ലുക്കായിരിക്കും. പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഇതിൻ്റെ ലുക്കിനുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 125cc വണ്ടിയാണെങ്കിലും നല്ലൊരു വലുപ്പം ഇനി തോന്നിക്കുന്നുണ്ട്. അതായത് ഒരു 150cc ബൈക്കിന് അത്രയും വലുപ്പം ഇനി തോന്നിക്കുന്നുണ്ട്. വളരെ സ്പോർട്ടിയായ വളരെ മസ്കുലറായ ഡിസൈനാണ് ഹീറോ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ ആ ഒരു ഹെഡ് ലാമ്പ് നോക്കിയാൽ നമ്മുടെ പഴയ C1000 ഉണ്ട്, അതിലേക്കൊരു ലുക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ വന്ന RTR 310 ഉണ്ട്. അതൊക്കെ പോലെയാണ് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. ഇനി ആ ഒരു ടാങ്കിൻ്റെ ആ ഒരു ഭാഗം നോക്കിയാലും വളരെ മസ്കുലറാണ്, സ്പോർട്ടിയാണ്. റിയറിൽ നോക്കിയാലും നല്ലപോലെ ഉയർന്നിരിക്കുന്ന സ്പോർട്ടിയായ ഡിസൈനാണ് വരുന്നത്. റിയറിൽ ടയർ ഹഗ്ഗറാക്കി കൊടുക്കുന്നുണ്ട് അവർ. അതേപോലെ തന്നെ ആ ഒരു ടാങ്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഡിസൈൻ എന്ന് പറയാം. അത്യാവശ്യം വലിപ്പം തോന്നിക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇതൊരു 125cc വണ്ടിയാണെങ്കിലും അത്യാവശ്യം വലിപ്പം തോന്നിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു NS 200 പോലത്തെ ആ ഒരു സീറ്റിൻ്റെ ഡിസൈനും അതേപോലെ ടാങ്കിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് എവിടെയോ ആ ഒരു NS 200 ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ അതൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ റിയറിലെ ടയർ സൈസ് വന്നേക്കുന്നത് 120 സെക്ഷൻ ടയേഴ്സാണ്. അതായത് 125cc ബൈക്കിൽ വന്നതിൽ വെച്ച് അത്യാവശ്യം വലിയൊരു ടയർ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വലിപ്പം ഇതിന് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മൊത്തത്തിലൊരു വലിപ്പം തോന്നാൻ കാരണം നോക്കുകയാണെങ്കിൽ എല്ലാ പാർട്സും അത്യാവശ്യം വലുതാണ്. കാരണം ഇതിൻ്റെ ഫ്രെയിം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്ട്രീം 160Rൻ്റെ ഫ്രെയിമിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതായത് ഒരു വലിയ വണ്ടിയുടെ ഫ്രെയിമിലാണ് ഈ ചെറിയ വണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷോക്ക് നോക്കുകയാണെങ്കിൽ 37mm അത്യാവശ്യം വലിയൊരു കോപ്പി ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം ഒരു 125cc വണ്ടി നോക്കുന്നിടത്ത് വലുതാണ്. അതൊരു 175mm ഡിസ്ക്കാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ തന്നെ സിംഗിൾ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. 12 ലിറ്ററോളാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 800mm വരുന്നുണ്ട്. വണ്ടിക്ക് വെയിറ്റ് നല്ലപോലെ തന്നെ കുറവാണ്. 146 കിലോഗ്രാം മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഇതിലൊരു ഡിജിറ്റൽ LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്കത് തന്നെ SMS അലേർട്ടും കോൾ അലേർട്ടും അതേപോലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ നാവിഗേഷനും അതേപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അങ്ങനെ ഫീച്ചേഴ്സ് ആ ഒരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫുൾ LED ലൈറ്റുകളാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഹസാർഡിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയ ഒരുപാട് ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അതായത് റിയറിൽ 120 സെക്ഷൻ ടയേഴ്സ് വരുന്നുണ്ട്. ഒരു 125cc വണ്ടിയിൽ ഇത്രയും വലിയ ടയർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. അതേപോലെ തന്നെ സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ 176mm ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ 7 സ്റ്റെപ്പ് സ്പീലോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഞ്ചിനെ കുറിച്ച് നോക്കാം. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്ലാമറിൽ നിർത്തിയേക്കുന്ന എഞ്ചിനാണ്. അതായത് ഒരു 125cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 11.5 HP 8250 RPM അതേപോലെ തന്നെ 10.5 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പവറും കൂടുതലാണ്. ഇപ്പോൾ റൈഡർ നോക്കുകയാണെങ്കിൽ 11.3 HP ആണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് 11.5 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇംപ്രസീവായ കാര്യം ഹീറോ പറയുന്നത് ഈ വണ്ടിക്ക് 66 km/ലിറ്റർ മൈലേജ് കിട്ടുമെന്നാണ്. അത് ഇത്രയും പവറും ഉണ്ട്, ഇത്രയും ലുക്കും ഉണ്ട്, എന്നിട്ടും 66 km/ലിറ്റർ ഇതിന് മൈലേജ് കിട്ടുമെന്നാണ് ഹീറോ പറയുന്നത്. പിന്നെ അത്യാവശ്യം പെർഫോമൻസും കൂടി വണ്ടി തരുന്നുണ്ട്. അതായത് 0 to 60 അച്ചീവ് ചെയ്യാനായിട്ട് വെറും 5.9 സെക്കൻഡ് മാത്രം മതി. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.